ട്രംപിനൊത്ത എതിരാളി. 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കാനഡയെ കരകയറ്റിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. വിശേഷങ്ങളേറെയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക്. ജസ്റ്റിൻ ട്രൂഡോയുടെ പകരക്കാരനായാണ് മാർക്ക് കാർണി ഇനി കാനഡയെ നയിക്കുക. ലിബറൽ പാർട്ടി നേതാവായും കാനഡയുടെ 24ാം പ്രധാനമന്ത്രിയായും കാർണിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. ലിബറൽ പാർട്ടി പ്രസിഡന്റ് സച്ചിത് മെഹ്റയാണ് കാർണിയുടെ വിജയം പ്രഖ്യാപിച്ചത്. പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണിയെ നേതാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു. പാർട്ടിയിലെ 86% അംഗങ്ങളും കാർണിയെ പിന്തുണച്ചു. പൊതുസമിതി ഇടിഞ്ഞതോടെ കഴിഞ്ഞ ജനുവരിയിലാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത്. നേരത്തെ ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായിരുന്നു കാർണി. 2008 മുതൽ 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ 8ാമത്തെ ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇക്കാലയളവിൽ ലോകരാജ്യങ്ങളെ പോലും തകർത്ത സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കാനഡയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2011 മുതൽ 2018 വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ പറ്റിയ മികച്ച രാഷ്ട്രീയക്കാരനായാണ് കാർണിയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാനഡ ശക്തമാണെന്ന് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ കാർണി പറഞ്ഞു. വിശ്വസനീയ വ്യാപാര പങ്കാളികളുമായി ഉറച്ച ബന്ധത്തിനാണ് ആഗ്രഹിക്കുന്നത്. ട്രംപിന്റെ താരിഫ് ഭീഷണികളെ വില കൽപ്പിക്കുന്നില്ല. ട്രംപ് വിജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാരത്തിന് കാനഡയുമായി അമേരിക്ക കൈകോർക്കാൻ തയ്യാറാകണം. അതുവരെ തിരിച്ചടികൾ തുടരുമെന്നും കാർണി പറഞ്ഞു. കാനഡയുടെ വിഭവങ്ങളും ഭൂമിയും രാജ്യവും അമേരിക്കക്കാർ ആഗ്രഹിക്കുന്നു. ഇത് കാനഡക്കാരുടെ ജീവിത രീതിയെ നശിപ്പിക്കുമെന്നും കാർണി മുന്നറിയിപ്പ് നൽകി. കടുത്ത ട്രംപ് വിമർശകനാണ് കാർണി. കാനഡ അമേരിക്ക വ്യാപാര തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കാർണിയുടെ വരും ദിവസങ്ങളിലെ നിലപാടുകൾ ലോകം ഉറ്റുനോക്കുകയാണ്. പാർട്ടി തെരഞ്ഞെടുപ്പിൽ എതിരാളി ക്രിസ്റ്റീയ ഫ്രീലൻഡിനെയാണ് കാർണി പരാജയപ്പെടുത്തിയത്.